എല്ലാവർക്കും ഇൻസൈറ്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിലായത്ത് ബുദ്ധ OTT റിലീസ് തീയതി വന്നു. അതുപോലെ ദൃശ്യം 3 ടീസർ ഡേറ്റ് പ്രഖ്യാപിച്ചു. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അനുദീപ് KV സംവിധാനം ചെയ്ത് വിശ്വക് സെൻ, കൈതു ലോഹർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന ഏറ്റവും പുതിയ തെലുഗു ചിത്രമാണല്ലോ ഫങ്കി. തിയേറ്ററുകളിൽ വലിയ ആവേശം സൃഷ്ടിച്ച ഈ ചിത്രം ഇപ്പോൾ കാത്തിരിപ്പിനൊടുവിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുകയാണ്. മാർച്ച് 13 മുതൽ പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് വഴി ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും. തെലുങ്ക് കൂടാതെ മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ചിത്രം കാണാൻ സാധിക്കും. ഒരു കംപ്ലീറ്റ് എന്റർടൈനർ പാക്കേജുമായി എത്തുന്ന ഈ ചിത്രം വിശ്വക് സെൻ ആരാധകർക്കൊരു വിരുന്ന് തന്നെ ആയിരിക്കും. അമൽ നീരജ് സംവിധാനം ചെയ്ത് നെസ്ലൻ, കുഞ്ചാക്കോ ബോബൻ, സൗബിൻ ഷാഹിർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന സ്റ്റൈലിഷ് ആക്ഷൻ ചിത്രമാണ് ബാച്ചിലർ പാർട്ടി ഡ്യൂക്സ്. 2012 പുറത്തിറങ്ങിയ ബാച്ചിലർ പാർട്ടിക്ക് ശേഷം അതേ ആവേശവുമായി എത്തുന്ന ഈ ചിത്രത്തിൽ ടൊവിനോ തോമസ് ഒരു സുപ്രധാന അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട്. അൻവർ റഷീദും ജ്യോതിർമയും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം 2026 ഒക്ടോബർ 15 പൂജ റിലീസായി തിയേറ്ററുകളിൽ എത്തുമെന്ന് ഇപ്പോൾ മൂവി ടീം കൺഫേം ചെയ്തിട്ടുണ്ട്. ഷറഫുദ്ദീൻ, ഷൈൻ ടോം ചാക്കോ, ചന്തു, നാദിയ മൊയ്തു, ജ്യോതിർമയി, രജിഷ വിജയൻ, ഹൻസിക തുടങ്ങി വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. അമൽ നീരജ് ചിത്രങ്ങളുടെ പതിവ് ശൈലിയിലുള്ള വിഷ്വൽ ട്രീറ്റും മാസ് പ്രകടനങ്ങളും കോർത്തിണക്കി രണ്ടാം ഭാഗം സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. മൃണാൽ താക്കൂർ, അനുരാഗ് കശ്യപ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഡാർക്കോയിറ്റ്. സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം വരും മാസങ്ങളിൽ തിയേറ്ററുകളെ ഇളക്കിമറിക്കുമെന്ന് ഉറപ്പാണ്. റിലീസിന് മുന്നോടിയായുള്ള ആവേശകരമായ അപ്ഡേറ്റുകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. കാത്തിരിപ്പിന് വിരാമമിട്ട് ഏപ്രിൽ 10 ഡാർക്കോയിറ്റ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുകയാണ്. AR ജീവ സംവിധാനം ചെയ്ത് അനുപമ പരമേശ്വരൻ കേന്ദ്ര കഥാപാത്രമായെത്തിയ ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണല്ലോ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ഒരു ഫ്ലാറ്റിനുള്ളിൽ ഒറ്റപ്പെട്ടു പോകുന്ന യുവതി നേരിടുന്ന വെല്ലുവിളികളും അപ്രതീക്ഷിത സംഭവങ്ങളും പ്രമേയമാക്കിയ ഒരു മികച്ച സർവൈവൽ ത്രില്ലറാണ് ഈ ചിത്രം. തിയേറ്ററുകളിൽ ശ്രദ്ധിക്കപ്പെട്ട ഈ ചിത്രം ഇപ്പോൾ കാത്തിരിപ്പിനൊടുവിൽ ആമസോൺ പ്രൈം വീഡിയോസ് വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. തമിഴ് കൂടാതെ മലയാളം, തെലുഗു, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ലഭ്യമാണ്. ഒരു മികച്ച ത്രില്ലർ അനുഭവം ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ പ്രൈം വീഡിയോയിൽ ഈ ചിത്രം കാണാവുന്നതാണ്. രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത് ധനുഷ് നായകനെത്തുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണല്ലോ D55. ധനുഷിനൊപ്പം സായ് പല്ലവി, ശ്രീലീല എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. താരം ഇപ്പോൾ തന്റെ ഭാഗങ്ങളുടെ ചിത്രീകരണത്തിനായി സെറ്റിൽ ജോയിൻ ചെയ്തു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വല്ലനം ഫെയിം സിദ്ധുവിന്റെ സഹോദരൻ ചൈതു ജൊന്നലഗഡയും ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. വമ്പൻ താരനിര അണിനിരക്കുന്ന ഈ ചിത്രം വലിയ പ്രതീക്ഷയോടെയാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്. രാജേഷ് മാധവൻ ആദ്യമായി സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ മലയാളം ചിത്രമാണല്ലോ പെണ്ണും പൊറാട്ടും. വ്യത്യസ്തമായ പ്രമേയവും അവതരണവും കൊണ്ട് ഇതിനകം തന്നെ സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ താല്പര്യം ഈ ചിത്രം ജനിപ്പിച്ചിട്ടുണ്ട്. തിയേറ്ററുകളിൽ ശ്രദ്ധിക്കപ്പെട്ട ഈ ചിത്രം ഇപ്പോൾ ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ ഡിജിറ്റൽ റിലീസിനായി തയ്യാറെടുക്കുകയാണ്. വരുന്ന മാർച്ച് 13 മുതൽ പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് വഴി ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുഗു, കന്നഡ എന്നിങ്ങനെ 5 ഭാഷകളായി ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തും. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ L366. തുടരുമെന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം മോഹൻലാലും തരുൺ മൂർത്തിയും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. സിനിമയുടെ അടുത്തഘട്ട ചിത്രീകരണം മുംബൈയിൽ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് വീഡിയോ മാർച്ച് അവസാന വാരം പുറത്തുവിടുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു മാസ് ആക്ഷനായി ഒരുങ്ങുന്ന ഈ ചിത്രം തിയേറ്ററുകളിൽ വലിയൊരു വിരുന്ന് തന്നെയാവുമെന്ന് ഉറപ്പാണ്. അശ്വിൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത് സന്തോഷ് ശോഭൻ, മാനസ വാരാണസി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ഏറ്റവും പുതിയ തെലുഗു റൊമാൻറ്റിക് കോമഡി ചിത്രമാണല്ലോ കപ്പിൾ ഫ്രണ്ട്ലി. തിയേറ്ററുകളിൽ മികച്ച വിജയം കൈവരിച്ച ഈ ചിത്രം ഫീൽ ഗുഡ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഒരു പുത്തൻ അനുഭവം തന്നെയാണ് സമ്മാനിച്ചത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം മാർച്ച് 13 മുതൽ ആമസോൺ പ്രൈം വീഡിയോസ് വഴി OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. തെലുഗു, തമിഴ് എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ചിത്രം സ്ട്രീമിംഗ് ലഭ്യമാകും. മിഥുൻ മാനുവൽ തോമസ്, ജയസൂര്യ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ മാസ് കോമഡി എന്റർടൈനർ ആണല്ലോ ആട് 3. ഷാജി പാപ്പനും ടീമും വീണ്ടും വെള്ളിത്തിരയിൽ വിസ്മയം തീർക്കാനെത്തുമ്പോൾ സിനിമാ പ്രേമികൾ വലിയ ആവേശത്തിലാണ്.
മാർച്ച് 19 ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തുകയാണ്. UK-യിലെ ആരാധകർക്കായി ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. മാർക്കറ്റ് ലീഡേഴ്സായ RFT ഫിലിംസ് ആണ് ചിത്രം UK-യിൽ വമ്പിച്ച രീതിയിൽ റിലീസ് ചെയ്യുന്നത്. കാത്തിരിപ്പിനൊടുവിൽ പാപ്പനും പിള്ളേരും വീണ്ടും തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാനെത്തുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. അതിനിടയിൽ ആട് 3-ാം ഭാഗത്തിന് ശേഷം ആട് 4-ഉം ഉണ്ടാവുമെന്ന് ജയസൂര്യ ഇതിനോടകം തന്നെ കൺഫേം ചെയ്തു കഴിഞ്ഞു. പ്രിയങ്ക അരുൾമോഹൻ കേന്ദ്ര കഥാപാത്രമായെത്തുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രം മെയ്ഡ് ഇൻ കൊറിയ ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തുകയാണ്. വൻ പ്രീ റിലീസ് ഹൈപ്പോടെ എത്തുന്ന ഈ ചിത്രം മാർച്ച് 12 മുതൽ, അതായത് ഇന്ന് രാത്രി 12 മണിക്ക് പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് ആരംഭിക്കും. തമിഴിന് പുറമെ മലയാളം, തെലുഗു, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ചിത്രം ലഭ്യമാണ്. രവി തേജ് നായകനെത്തിയ ഏറ്റവും പുതിയ തെലുഗു കോമഡി ഡ്രാമ സിനിമയാണല്ലോ ഭരത മഹാസേലക് വിജ്ഞാപ്തി. തിയേറ്ററുകളിൽ മാസ് പ്രകടനം കാഴ്ചവെച്ച ഈ ചിത്രം ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തുകയാണ്. അങ്ങനെ ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം മാർച്ച് 13 മുതൽ C5 വഴി OTT സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. തെലുങ്ക് കൂടാതെ മലയാളം ഉൾപ്പെടെയുള്ള വിവിധ ഭാഷകളിൽ ചിത്രം ലഭ്യമാവുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം സിനിമാ പ്രേമികൾ ഏറെ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്. ആ വലിയ കാത്തിരിപ്പിനിടയിൽ ഇതാ ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തിറങ്ങുകയാണ്. കുഞ്ചാക്കോ ബോബൻ, ദർശന രാജേന്ദ്രൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലെ കാറ്റ് തൊട്ടപ്പോൾ എന്ന് തുടങ്ങുന്ന വീഡിയോ സോങ് നാളെ റിലീസ് ചെയ്യുകയാണ്. സുഷിൻ ശ്യാം സംഗീതം നൽകിയ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് സായ് പ്രഭയും കപിലനും ചേർന്നാണ്. അൻവർ അലിയുടേതാണ് വരികൾ. വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഈ ചിത്രം 2026 ഏപ്രിൽ 23-ന് തിയേറ്ററുകളിലേക്ക് എത്തും. ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന മലയാളത്തിലെ എക്കാലത്തെയും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഫ്രാഞ്ചൈസിയാണല്ലോ ദൃശ്യം. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ പരമ്പരയിലെ 3-ാം ഭാഗമായ ദൃശ്യം 3-യുടെ ആവേശകരമായ പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ടീസർ സെൻസറിംഗ് പൂർത്തിയായി എന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നത്. 1 മിനിറ്റ് 44 സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസർ മാർച്ച് 18-ന് പ്രേക്ഷകരിലേക്ക് എത്തും. ജോർജ് കുട്ടിയും കുടുംബവും ഇത്തവണ എന്ത് സർപ്രൈസാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. ശ്യാം പുഷ്കരൻ തിരക്കഥയൊരുക്കി നിഖില വിമൽ കേന്ദ്ര കഥാപാത്രമായെത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ പെണ്ണുകേസ്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയ ഈ ചിത്രം ഇപ്പോൾ സർപ്രൈസായി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഒരു സാമൂഹിക പ്രസക്തിയുള്ള വിഷയത്തെ ഗൗരവത്തോടെയും എന്നാൽ രസകരമായും അവതരിപ്പിക്കുന്ന ഈ ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോസ് വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ കേന്ദ്ര കഥാപാത്രമായെത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ വിലായത്ത് ബുദ്ധ. തിയേറ്ററുകളിൽ വലിയ ആവേശം സൃഷ്ടിച്ച ഈ ചിത്രം ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തുകയാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിരിക്കുകയാണ്. നാളെ രാത്രി മുതൽ ചിത്രം ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. പൃഥ്വിരാജിന്റെ മാസപ്രകടനവും ജയൻ നമ്പ്യാരുടെ മേക്കിങ്ങും ഒത്തുചേരുന്ന ഈ ചിത്രം മികച്ചൊരു സിനിമാനുഭവം തന്നെയാകും OTT പ്രേക്ഷകർക്കും സമ്മാനിക്കുക.